ഞാൻ ശശിധരൻ മംഗത്തിൽ, മാതൃഭൂമിയിൽ മാധ്യമപ്രവർത്തകനാണ്. പ്രശസ്ത കഥകളി സംഗീതജ്ഞനായ ശ്രീ കലാനിലയം ഹരിയുടെ ഹരിലയം കഥകളി സോപാന സംഗീതധാര എന്ന യൂട്യൂബ് ചാനൽ ഞാൻ കാണാറുണ്ട്. ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൽ നിന്ന് കഥകളി സംഗീതം അഭ്യസിച്ച ഹരിമാഷ് പറശ്ശിനി മടപ്പുര മുത്തപ്പൻ കഥകളി യോഗത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുരു ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ ആശാന്റെ ചേലിയ കഥകളി വിദ്യാലയത്തിൽ കഥകളി സംഗീത അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലി എനിക്ക് വളരെ ഇഷ്ടമാണ്. വന്ദനാ ശ്ലോകങ്ങൾ, മേളപ്പദം, പുറപ്പാട് എന്നിവയിലെ രാഗാലാപനം എന്നെ വളരെയേറെ ആകർഷിച്ചു. ചാനൽ ഗംഭീരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹരിമാഷിന് ആശംസകൾ നേരുന്നു. നമസ്കാരം, ഞാൻ കോട്ടക്കൽ ഹരീശ്വരൻ. ശ്രീ കലാനിലയം ഹരിയേട്ടൻ്റെ ഹരിലയം കഥകളി സോപാന സംഗീതധാര എന്ന യൂട്യൂബ് ചാനൽ പരിപാടി കാണാനിടയുണ്ടായി. 11, 12 എന്നീ എപ്പിസോഡുകളിലെ പുറപ്പാട്, മേളപ്പദം തുടങ്ങിയ ചടങ്ങുകളിലെ രാഗങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം ശരിക്കും സാധാരണക്കാർക്ക് മനസ്സിലാക്കാവുന്ന തരത്തിൽ വിവരദായകമാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഉദ്യമത്തിന് എല്ലാ ആശംസകളും ആദ്യം തന്നെ നേർന്നുകൊള്ളട്ടെ. അങ്ങയുടെ ഒരു അഭിപ്രായം തോന്നിയ ഒരു കാര്യം, കഥകളിയിലെ പ്രധാനപ്പെട്ട കഥയിലെ രാഗങ്ങളെക്കുറിച്ചും അതിൻ്റെ മാറ്റങ്ങളെക്കുറിച്ചും അടുത്ത എപ്പിസോഡിൽ വിശദമാക്കിയാൽ നന്നായിരുന്നു എന്നൊരു അഭിപ്രായം കൂടിയുണ്ട്. ചെയ്യുകയാണെങ്കിൽ വളരെ ഫലപ്രദവും ആളുകൾക്ക് ഉപകാരപ്രദവും ആവുമെന്ന് തോന്നുന്നു. ഈ ഉദ്യമത്തിന് എൻ്റെ എല്ലാ അനുമോദനങ്ങളും നേർന്നുകൊണ്ട് കോട്ടക്കൽ ഹരീശ്വരൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഹരിസാറിനെ പരിചയപ്പെടുന്നത് കലോത്സവത്തിന് വേണ്ടി കഥകളിപ്പദം പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ കഥകളിപ്പദം പഠിപ്പിക്കാൻ ഏറ്റവും അനുയോജ്യനായ ഗുരു തന്നെയാണ് സാർ എന്നാണ്. കാരണം ഇതുവരെ ഞാൻ സാറിനെ മുഖം കറുപ്പിച്ച് കണ്ടിട്ടില്ല. ഏറ്റവും സൗമ്യമായി തന്നെ ഓരോ പദവും ഏറ്റവും വൃത്തിയാണ് സാർ പഠിപ്പിക്കാറുള്ളത്. അപ്പോൾ സാർ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന് കേട്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ ഈ ചാനലിൻ്റെ പ്രത്യേകമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഓരോ പദത്തിൻ്റെ മുന്നോടിയായിട്ട് കൊടുക്കുന്ന ആമുഖമാണ്. ഈ ആമുഖത്തിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമുക്ക് ആ കഥാപരിസരം ഒന്നുകൂടി മനസ്സിലാവും. അപ്പോൾ ആ പദം നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിയും. അപ്പോൾ ഇതിങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. നന്ദി. ഞാനത് മുഴുവൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല, അതാണ് അയക്കാൻ താമസിച്ചത്. ഈ ഹരിമാഷയെ കുറിച്ച് മുൻപ് കേട്ടിട്ടുണ്ട്. ഇപ്പം ഈ കോവിഡ് കാലത്ത് ലൈവിൽ കുറേ കണ്ടു. അപ്പോൾ ഞാനത് ഈ അയച്ച എപ്പിസോഡ് മാത്രമേ നോക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫുള്ള് കണ്ടു ഒരുവിധം. അപ്പോൾ പുറപ്പാട് ഏകദേശം മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചു. അത് ഈ രാഗങ്ങളും ഇതൊക്കെ ഞാൻ ഇത്രയൊന്നും കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ 3-4 എപ്പിസോഡ് കണ്ടു. അപ്പോൾ പുറപ്പാട് ഫുള്ള് കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ അത് നന്നായിട്ടുണ്ട്. എന്നെപ്പോലുള്ളവർക്കൊക്കെ വളരെ ഉപകാരമാണ്. അതേപോലെ അതും സോപാന സംഗീതമൊക്കെ ആയിട്ടുള്ളത് വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ തോടയം കൂടിയും കൃത്യമായിട്ടൊന്ന് പറഞ്ഞാൽ അതിൻ്റെ മരുങ്ങ് വഴികളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കിട്ടിയാൽ നന്നായിരുന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല കൃത്യമായിട്ട്, അത് നോക്കണേ ഉള്ളൂ. തോടയായി ഞാൻ കേട്ടിരിക്കുന്നത് മാടമ്പി സുബ്രഹ്മണ്യാശാൻ്റെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു താളവും ഇതൊക്കെ ഒന്നും കൂടി കൃത്യമായിട്ട് പറഞ്ഞാൽ നന്നായിരുന്നു തോന്നുന്നു. അങ്ങനെ പുറപ്പാട് മുതൽ ഒരുവിധം എല്ലാ പദങ്ങളും കുറിച്ചിട്ടും അറിയാൻ ആഗ്രഹമുണ്ട്. അതേപോലെ അഷ്ടപതി എനിക്ക് അത്രയ്ക്ക് അധികം പരിചയമില്ലാത്തൊരു ഫീൽഡിലാണ്, കേൾക്കുന്നുണ്ട് എന്നല്ലാണ്ട്. എന്തായാലും നല്ല ഇതാണ്, നന്നായിട്ടുണ്ട്. തുടരട്ടെ. ഈ ഒരു മഹാമാരിയുടെ കാലത്ത് മനസ്സിന് ആശ്വാസം നൽകുന്ന നല്ല നല്ല പദങ്ങൾ അവതരിപ്പിക്കുന്ന ഹരിലയം എന്ന യൂട്യൂബ് ചാനലിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. അതോടൊപ്പം തന്നെ ഇനിയും തുടർന്നു പോകാൻ
എല്ലാവിധ ആശംസകളും നേരുന്നു. യൂട്യൂബിലൂടെ ഹരിലയം, കഥകളി, സോപാന സംഗീതധാര പലതും ഞാൻ കേൾക്കാനിടയായി. വളരെ ഹൃദ്യമായി തുടരുകയും ചെയ്യുന്നു. ഹരിക്ക് എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അജിത ഹരേ ജയ, ലോകാധിപ കാന്ത, പുഷ്കര വിലോചന, പരിപാഹി മാം ഹരേ മുതലായ കഥകളി പദങ്ങളും കൂടി ഉൾപ്പെടുത്തിയാൽ നന്നായിരിക്കും. നമസ്കാരം. എൻ്റെ ഗുരു ശ്രീ കലാനിലയം ഹരിമാഷിൻ്റെ യൂട്യൂബ് ചാനലായ കഥകളി സംഗീതം സോപാനം എന്നതിൽ വരുന്ന കഥകളി സംഗീതം വളരെ നല്ല നിലവാരം പുലർത്തുന്നതും വളരെ ഹൃദ്യമായി കേൾക്കുവാനും രസിക്കുവാനും കഴിയുന്നുണ്ട്. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കുന്ന ഒരു ചാനൽ കൂടിയാണ് ഹരിമാഷിൻ്റെ യൂട്യൂബ് ചാനൽ. അത് കേൾക്കുകയും അത് എഴുതിയെടുത്ത് എല്ലാ ജനങ്ങൾക്കും കഥകളിപ്പദം പഠിക്കാനുള്ള സാഹചര്യം കൂടി ഒരുക്കിത്തരുന്ന മാഷിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും വിജയാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. എൻ്റെ പ്രിയ സുഹൃത്ത് കലാനിലയം ഹരി കഥകളി സംഗീതത്തെ പഠന വിധേയമാക്കിക്കൊണ്ട് ഇറക്കിയിരിക്കുന്ന വീഡിയോകൾ കണ്ടു. എല്ലാം തന്നെ ഒന്നിനൊന്ന് മെച്ചമായി തന്നെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. കഥകളി ആസ്വാദകർക്കും കഥകളി സംഗീത പഠിതാക്കൾക്കും അത്യധികം ഉപയോഗപ്രദമായ രീതിയിലാണ് അദ്ദേഹം ഇവ അവതരിപ്പിച്ചിട്ടുള്ളത്. മേളപദം പോലുള്ള അതിസങ്കീർണമായ താള വ്യത്യാസത്തോടു കൂടി അവതരിപ്പിക്കുന്ന ഗാംഭീര്യം ഏറെയുള്ള ഗീതാഗോവിന്ദത്തിലെ പ്രസക്ത ഭാഗങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള മേളപദം വളരെ കൃത്യമായി തന്നെ ഭാഗങ്ങളായി തിരിച്ച് അവതരിപ്പിച്ചത് എന്നെപ്പോലുള്ള ആസ്വാദകർക്ക് ഏറെ ഗുണം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ അതിൻ്റെ ഭാഗങ്ങൾ തന്നെ, അതായത് ഗീതാഗോവിന്ദത്തിലെ ഭാഗങ്ങൾ തന്നെ അഷ്ടപതി രൂപത്തിലും അവതരിപ്പിച്ചതിൽ അത്യധികം സന്തോഷിക്കുന്നു. ഒരാസ്വാദകനെ സംബന്ധിച്ചിടത്തോളം കഥകളി പോലുള്ള ഗാംഭീര്യമുള്ള, അല്ലെങ്കിൽ അതിനകത്തെ വളരെ ഗാംഭീര്യമായിട്ടുള്ള മേളപദം പോലുള്ള ഭാഗങ്ങൾ ശ്രവിക്കുമ്പോൾ ഉണ്ടാകുന്ന മനസ്സിൻ്റെ ഗാംഭീര്യവും അതേ ഭാഗം അഷ്ടപതി രൂപത്തിൽ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഗീതാത്മകതയും മാറി മാറി അനുഭവിക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ശ്രീ ഹരി ഇറക്കിയിരിക്കുന്ന ഈ വീഡിയോകൾ. ഇനിയും ഹരിയിൽ നിന്നും അടുത്ത ഘട്ടങ്ങളിലായി സാരി, ഗുമ്മി, ഇടക്കലാശങ്ങൾ, അഷ്ടകലാശങ്ങൾ, പതിഞ്ഞ പദം എന്നീ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന കഥകളിയിലെ പദങ്ങൾ നാം ആസ്വാദകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.